സ്നേഹം തണുത്തുറഞ്ഞു പോകും. നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം പിന്നീട് നമുക്ക് കണ്ടുമുട്ടാൻ പറ്റാതെ വരുന്ന സമയങ്ങളുടെ ജീവിതത്തിൽ. എന്തുകൊണ്ടാണ്? അനീതി പെരുകുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. അനീതി എന്ന് പറയുന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റിസ് എന്ന വാക്കല്ല, റൈറ്റിയസ്നെസ് എന്നാണ്. ഹിബ്രുവിൽ ഈശോ അത് മനസ്സിലാക്കിയത് ഹെസദ് എന്നാണ്. ഹെസദ് എന്ന് പറയുന്ന വാക്കിന് റൈറ്റിയസ്നെസ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്, രണ്ട് ന്യൂവാൻസസ്. ഒന്ന് റൈറ്റ് റിലേഷൻഷിപ്പ്. ഭാര്യ ഭർത്താവ് ഈക്വൽ പാർട്ട്നേഴ്സാണ്. ഒരാൾ മറ്റേയാളെ അടിമയായിട്ട് കണ്ടാൽ, തനിക്ക് വിധേയമായിട്ട് കണ്ടാൽ സ്നേഹം തണുത്തുറഞ്ഞു പോകും. മക്കൾ മാതാപിതാക്കളുടെ സ്നേഹിതരാണെന്ന് വിചാരിക്കുക, സ്നേഹം തണുത്തു പോകും. മക്കൾ എപ്പോഴും മക്കളാണ്. കീപ് ദ റൈറ്റ് റിലേഷൻഷിപ്പ്. രണ്ടാമത്തെ കാര്യം ഡിവൈൻ അസിസ്റ്റൻസ് ആണ്. മനുഷ്യരെന്നുള്ള നിലയിൽ മനുഷ്യരുടെ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് പൊറുക്കാൻ മേലാത്ത കാര്യങ്ങളുണ്ട്, മറക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. There are things we are unable to forgive or forget. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിവൈൻ സ്റ്റാൻഡേർഡ്സ്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പേരാണ് മേഴ്സി, കരുണ. ബന്ധങ്ങളിൽ ഈ ഡിവൈൻ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ കീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്നേഹം തണുത്തുറഞ്ഞു പോവുകയില്ല. തണുത്തുറഞ്ഞു പോയാൽ അത് ഉജ്ജ്വലിച്ച് തിരിച്ചു.